അതായത് നേരത്തെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചു SDPIയും RSSും അത് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു വാചകം അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഈ കൈവെട്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രവാചകനെ നിന്ദിച്ചു, മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം RSS മതനിന്ദ എന്ന് പറഞ്ഞ് മറുഭാഗത്ത് കൈവെട്ടിയതോ കാല് വെട്ടിയതോ അറ്റ്ലീസ്റ്റ് ഒരു വിരൽ വെട്ടിയതെങ്കിലും കാണിച്ചു തരാമോ? കേരളത്തിൽ മതനിന്ദ എന്ന വാദം വെച്ചുകൊണ്ട് പുസ്തകത്തെ കുറിച്ചല്ല, ഞാൻ സംഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞത് എന്താണ്? SDPIയും RSSും ഒരേപോലെയാണ്. ആഭ്യന്തര ശത്രുക്കൾ. ആ വിചാരധാര മാറ്റിവെക്കൂ. സംഭവം കേരളത്തിൽ എങ്ങനെയാണ്? ഗുജറാത്ത് മാഡം അവിടെ നിൽക്കൂ. കേരളത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ചെയ്തതിനെ കുറിച്ചാണ്. എന്താണ് സുജയ എന്നല്ല ചോദിക്കുന്നത്, കൃത്യമായ കാര്യമാണ്. മതനിന്ദ നിങ്ങൾ ഹിന്ദുവല്ല, അതിനാൽ നിങ്ങളെ മതനിന്ദ നടത്തുന്നത് എങ്ങനെയാണെന്നല്ലേ ചോദ്യം? അല്ല, കേരളത്തിൽ മതനിന്ദ ആരോപിച്ചുകൊണ്ട് RSS ആരെയെങ്കിലും വെട്ടുകയോ കുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ അറ്റ്ലീസ്റ്റ് ഒരു കൈവിരൽ വെട്ടിയത് കാണിച്ചു തരാൻ പറ്റുമോ? ശരി, RSS മതനിന്ദ നടത്തിയതിന് 100 ഉദാഹരണങ്ങൾ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. കേരളത്തിലേതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ RSS ഉണ്ടോ? നമ്മൾ കേരളത്തിൽ RSS ഉണ്ട്. ഏറ്റവും കൂടുതൽ ശാഖകൾ കേരളത്തിലാണ്. ശരി, കേരളത്തിൽ RSSന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമുണ്ടോ? RSSന് ഒറ്റ സമീപനം മതനിന്ദയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. TJ ജോസഫിന്റെ കാര്യമാണ് പറഞ്ഞത്. RSSന്റെ മുഖപത്രമാണോ ഓർഗനൈസർ? ആ ഓർഗനൈസറിൽ എന്താണ് എഴുതുന്നത്? RSSന്റെ വിചാരധാരയിൽ എന്താണ് എഴുതുന്നത്? നിങ്ങൾ മറ്റു മതങ്ങളെ എങ്ങനെ കാണണമെന്നാണ് എഴുതുന്നത്? താങ്കൾ പറയൂ. അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ആളെയെങ്കിലും ഒരു മുസ്ലിമിനെയെങ്കിലും ഇതുപോലെ ആക്രമിച്ചതിന്റെ ഒരു സംഭവം കാണിക്കാൻ TJ ജോസഫ് ആക്രമിക്കപ്പെട്ടത് മതനിന്ദ ആരോപിച്ച ഒരു ഭീകര സംഘടന നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി മതനിന്ദയുടെ പേരിൽ ആളുകളുടെ തലയറുക്കുന്നു. നിങ്ങൾ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു, മോബ് ലിഞ്ചിങ് നടത്തുന്നു. ഇന്ത്യയിലാണ്. അഖിലാഖിനെ കൊന്നത് എന്തിനാണ് സർ? ഞാൻ ചോദിച്ചതിന് താങ്കൾക്ക് മറുപടിയില്ല. ഞാൻ ചോദിച്ചത് മറുപടി പറയൂ. നിങ്ങൾക്ക് അഖിലാഖിന്റെ മരണത്തെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് ബീഫ് നിരോധനത്തിന്റെ പേരിൽ കേരളത്തിലടക്കം പ്രക്ഷോഭങ്ങൾ നടത്തിയത് ആരാണെന്നറിയാം. ഹലാൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണെന്നറിയാം. ഇവിടെ ആ മാധ്യമ പ്രവർത്തകയാവണം. താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല മറുപടി പറയുന്നത്. ഞാൻ മതനിന്ദയുടെ പേരിൽ കേരളത്തിൽ എന്താണ് ചെയ്തത്? ഫലിതമാണ് കേരളത്തിൽ എന്താണ് ചെയ്തത്? ഇനി പറയാം. മോബ് ലിഞ്ചിങ്ങിന്റെ കഥ, കേരളത്തിലെ പറയൂ. ക്രിസ്തു സമുദായങ്ങളോട് ചെയ്ത കഥ കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിൽ പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന് കഴിയും. ചെയ്തത് പോപ്പുലർ ഫ്രണ്ട്. രണ്ടാമത്തെ ഇൻസിഡന്റ് പറയൂ. രണ്ടല്ല, ഒന്ന് പോലും ഉണ്ടാകാൻ പാടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും വിരളി പിടിക്കുന്നത് എന്തിനാണ്? പോപ്പുലർ ഫ്രണ്ട് പറയുമ്പോൾ വിരൽ പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും വാദിക്കുകയല്ലേ? സുജയ പാർവതി, നിങ്ങൾക്ക് അടിസ്ഥാനമായി RSSനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അതിന്റെ കാരണമാണ് RSS മതനിന്ദ നടത്തുന്നില്ല എന്ന നിലപാട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയൂ. ഞാൻ പറഞ്ഞത് മതനിന്ദയുടെ പേരിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പ്രേക്ഷകരോട് തന്നെയാണ് പറയുന്നത്. മതനിന്ദ ആരോപിച്ചുകൊണ്ട് പ്രൊഫസർ TJ ജോസഫ് എന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ ഭീകര സംഘടനയുടെ പേര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. അതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ആ നിരോധിത സംഘടനയുമായി SDPIയുമായി RSSനെ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതിനെയാണ് ഞാൻ എതിർത്തത്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. Meet the editors.